കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് യൂണിറ്റ് 2 ഭക്ഷണവും മനുഷ്യനും എന്ന പാഠഭാഗമാണ്. നമ്മുടെ ചാനലിൽ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഹിന്ദി കൂടാതെ ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ നൽകുന്നുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് സ്കൂൾ സിലബസുകളോടൊപ്പം ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ ലഭിക്കുന്നതാണ്. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പഠിച്ചത്? ആദിമ മനുഷ്യരും അവരുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും. അവർ വേട്ടയാടിയിട്ടാണ് ആദ്യം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അവർ തീ കണ്ടുപിടിച്ചു. പിന്നെ നദീതടങ്ങളിൽ താമസം ഉറപ്പിച്ചു. കൃഷി ചെയ്ത് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവാനും അത് വിൽക്കാനുള്ള കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെയല്ലേ പഠിച്ചത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യർ, ജൂതർ എന്നീ വിദൂര ദേശങ്ങളുമായി സാധന കൈമാറ്റം ഉണ്ടായിരുന്നു. ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെക്കുറിച്ചും കുറിപ്പ് തയ്യാറാക്കുക. ഫസ്റ്റ് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക. ഇവയൊക്കെ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളാണ്. വേറെ ഏതൊക്കെയാണ്? വാനില, മഞ്ഞൾ, ഇവയൊക്കെ. നമുക്ക് കുരുമുളകിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് പറയുന്നു. കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്നു. ജന്മദേശം സൗത്ത് ഇന്ത്യയാണ്. അന്തർദേശീയ വിപണിയിൽ 1ാം സ്ഥാനം കുരുമുളകിനാണ്. വിറ്റാമിനുകൾ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്ന ഘടകം പെപ്പറിനാണ്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. വാസ്കോഡഗാമയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡഗാമ. എവിടെയാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത്? കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് 1498. മക്കളെ, നമ്മുടെ ചാനലിൽ ക്വിസ് വീഡിയോകളൊക്കെ നൽകുന്നുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള വീഡിയോകളിലൊക്കെ വാസ്കോഡഗാമയെക്കുറിച്ചൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പോയി കാണണം. ഈ വാസ്കോഡഗാമ യൂറോപ്പിലേക്ക് തിരികെ പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയതായി ചരിത്രരേഖകൾ പറയുന്നു. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൻകാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളാണ് ചിത്രത്തിൽ. പേരക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. ചിത്രത്തിൽ കാണുന്ന ഇവയൊന്നും നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇവയെല്ലാം വിദേശത്തിൽ നിന്ന് എത്തിയതാണ്. പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത്. പപ്പായയുടെ ജന്മദേശവും മെക്സിക്കോയാണ്. കൊണ്ടുവന്നത് ഇന്ത്യയിലെത്തിച്ചത് ഫിലിപ്പീൻസുകാരാണ്. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കശുവണ്ടിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. മരച്ചീനിയുടെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഐഡൻറ്റി കാർഡ് നിർമ്മിക്കുകയാണ്. പേരക്ക ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. മരച്ചീനി ജന്മദേശം ബ്രസീൽ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിച്ചത്. കാൽസ്യം, അയൺ തുടങ്ങിയ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് പലതരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാണ് സാമൂഹികമായ അസമത്വം. എല്ലാ ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിൽ മിശ്രഭോജനം നടത്തി. എന്താണ് മിശ്രഭോജനം? 1917 മെയ് 29 വിവിധ ജാതിക്കാർ ഒന്നിച്ചിരുന്ന് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ച് മിശ്രഭോജനം സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും, ഇത് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്.
കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. കേരളത്തിൽ അന്ന് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. ഇനി വരുന്ന ചോദ്യങ്ങൾ: എന്നാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്? ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ചിട്ടാണ്. ആരാണ് സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. എന്തിനെതിരെയാണ്? സാമൂഹികമായ അസമത്വത്തിനെതിരെ. ഇത് GKയും കൂടിയാണ്, നോട്ട് ചെയ്ത് വെക്കണം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. ജാതി വിവേചനം നിലനിന്നതു കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥയുണ്ടാക്കി. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ എറണാകുളം ചേറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തിക വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ഈ വാർത്തയിലെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. വിശന്നു കരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണി. ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാക്കും. അതിരൂക്ഷമായ വരൾച്ച. സോമാലിയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. മക്കളെ, ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് പേപ്പറിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇസ്രായേൽക്കാരുടെ യുദ്ധം കാരണം ഫലസ്തീനിൽ പട്ടിണി. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. വാർത്തകളിലൂടെ എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പട്ടിണി വർദ്ധിപ്പിക്കുന്നു. യുദ്ധവും ദാരിദ്ര്യവും പട്ടിണിയിലാക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, അതായത് അതിരൂക്ഷമായ വരൾച്ച, വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇങ്ങനെ സാഹചര്യങ്ങളിലൊക്കെ പട്ടിണി വർദ്ധിക്കാൻ കാരണമാകുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടത്തുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകും. നേരത്തെ ആഹാരം പോലും കിട്ടാൻ കഴിയാതെ ലോകത്തിൻ്റെ പലയിടങ്ങളിലും കുറേ ജനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. എന്തൊക്കെയാണ്? യുദ്ധം കാരണം, അല്ലെങ്കിൽ ഭൂകമ്പം, പ്രകൃതി ദുരന്തങ്ങൾ. ഭൂകമ്പം കാരണം എന്തുണ്ടാവും? ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, അവിടെ അങ്ങനെ പട്ടിണിയിലാവും, ദാരിദ്ര്യമുണ്ടാവും അല്ലേ. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായ സാമ്പത്തിക ചൂഷണം കാരണം ഇന്ത്യയിൽ ഭക്ഷണക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫലമായിട്ട് നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിക്കുകയും അതിനെ തുടർന്ന് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിയുടെ മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടി വരുന്നു. ദാരിദ്ര്യവും പട്ടിണിയുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആചരിക്കുന്നത്. മക്കളെ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് വിവിധ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീയുടെ 25ാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞ വർഷം. 25 വർഷമായി. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായൊരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയങ്ങളിൽ ഭക്ഷ്യദിന റാലി സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലക്കാർഡുകളിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ, ഭക്ഷണം പാഴാക്കരുത്, അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരം, ഭക്ഷണം ഓരോ പൗരൻ്റെയും അവകാശമാണ്,
ഇനി അടുത്തത്, പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? ചർച്ച ചെയ്യൂ. എന്തൊക്കെ ചെയ്യാം? മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്തവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമുക്കുള്ളതിൽ നിന്ന് കുറച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക, പാചകം ചെയ്യുക. ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അത് പാഴാക്കരുത്. നമ്മുടെ കൂടെയുള്ളവരും അയൽവാസികളും ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകും. 2023 ഏത് വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്തിട്ടുള്ളത്? 2023 ചെറുധാന്യ വർഷമായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2024 ഒട്ടക വർഷമാണ് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെട്ട ചെറുധാന്യ വിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റു ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഈ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ചെറുധാന്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ തിന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ പക്ഷികളെ, ലോബേഴ്സ്, പ്രാക്കളൊക്കെ വളർത്തുമ്പോൾ അവർക്ക് തീറ്റയായിട്ടാണ് നമ്മൾ കൊടുക്കാറ്. പക്ഷികൾക്കല്ല കൊടുക്കേണ്ടത്. ഇവ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണ് വേണ്ടത്. ഇത് ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, പ്രമേഹം അങ്ങനത്തെ രോഗങ്ങളൊക്കെ അകറ്റി നിർത്താൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. ഇതൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. കിട്ടുന്നതെല്ലാം വലിച്ചുവാരി തിന്നാതിരിക്കുക. ഫാസ്റ്റ് ഫുഡ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കുക. കടകളിൽ നിന്നും വാങ്ങുന്ന വറുത്തതും പൊരിച്ചതും കളർ നൽകിയതുമായ ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് രോഗങ്ങൾ വിളിച്ചു വരുത്തും. വയറു സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി, ലിവർ എന്നിവയൊക്കെ ഇത് ബാധിക്കാൻ ഇടയാകും. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള ഭക്ഷണം മാത്രം നൽകുക. അല്ലേ? ആരോഗ്യമുള്ള ഭക്ഷണം, അതായത് പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ്? നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടും. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. കഴിവതും നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് കഴിച്ചാൽ എന്താണ്? അവർ രുചിക്കും മണത്തിനും ഒക്കെ വേണ്ടിയിട്ട് പല കെമിക്കലുകളും, അജിനോമോട്ടോ പോലുള്ള പല കളറും ഒക്കെ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. മക്കളെ, നമ്മൾ ഭക്ഷണം പാഴാക്കാൻ പാടില്ല. നമ്മൾ കരുതലോടെ ഉപയോഗിക്കണം. അല്ലേ? എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഭക്ഷണം. അത് ഇല്ലാത്തവർ, ലഭിക്കാത്തവർ നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇതോടെ ഈ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.